എസ്.എഫ്.ഐയുടെ ആദ്യ രൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് എം.എ. ബേബി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥി സംഘടനാ സമയത്തെ അനുഭവ സമ്പത്ത് ഇന്നോളമുള്ള രാഷ്ട്രീയ യാത്രയിൽ ബേബിക്ക് കരുത്തായി. 75-ൽ എസ്.എഫ്.ഐ സംസ്ഥാന പ്രസിഡന്റും 79-ൽ അഖിലേന്ത്യാ പ്രസിഡന്റുമായി. 85-ൽ സംസ്ഥാന സമിതിയിൽ. 87-ൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായതോടെ 89-ൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തി. 1986-ൽ 32-ാം വയസ്സിൽ രാജ്യസഭയിലെത്തുമ്പോൾ രാജ്യത്തെ പ്രായം കുറഞ്ഞ രാജ്യസഭാംഗങ്ങളിൽ ഒരാളായിരുന്നു ബേബി. 92-ലും രാജ്യസഭാംഗമായ ബേബിയുടെ ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുകൾ പാർട്ടിക്ക് മുതൽക്കൂട്ടാകും. 98-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ എം.എ. ബേബി പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരകൂടിയാണ്. 89-ൽ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ബേബി പോളിറ്റ് ബ്യൂറോയിലെത്താനെടുത്ത സമയം 23 വർഷമാണ്. 2002-ൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. 2006-ൽ കുണ്ടറയിൽ നിന്ന് ജയിച്ച വി.എസ്. സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി. 2011-ലും കുണ്ടറയിൽ നിന്ന് ജയിച്ച ബേബി പക്ഷേ ലോക്സഭയിൽ N.K. പ്രേമചന്ദ്രനോട് തോറ്റു. അന്ന് പിണറായിയുടെ പ്രസംഗം ബേബിക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ ഇപ്പോഴുമുണ്ട്. അതേസമയം സീതാറാം യെച്ചൂരി എന്ന ജനകീയ നേതാവിൽ നിന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദം ബേബിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ വെല്ലുവിളിക്കപ്പുറത്തേക്ക് പൊതുജന സ്വീകാര്യത കൂടി പ്രധാനപ്പെട്ടതാണ്. CPM-ലെ പ്രായോഗികവാദിയായ സൈദ്ധാന്തികനായി കൂടിയാണ് എം.എ. ബേബി അറിയപ്പെടുന്നത്. 71 വയസ്സ് പൂർത്തിയായി തൊട്ടടുത്ത ദിവസം ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ബേബിക്ക് പിറന്നാൾ സമ്മാനമായി കൂടി അത് മാറുകയാണ്. ബേബി കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തളർച്ചയിലാണ് CPM ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിലെ തുടർഭരണവും ബേബിക്ക് മുന്നിലുള്ള വെല്ലുവിളിയാകും. സംഘടനാ നയരൂപീകരണങ്ങളിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ബേബി ഇടപെടുമ്പോൾ കേരളത്തിലെ CPM-ൽ പുതിയ സമവാക്യങ്ങൾ കൂടി രൂപപ്പെട്ടേക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത TV.